പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ടി വരുമോ? മുക്തി കിട്ടാത്ത ജീവന്മാർക്കാണ് വീണ്ടും വീണ്ടും ഇവിടെ വരേണ്ടി വരിക. മുക്തിക്കുള്ള വഴി എന്താ? ഈ പ്രപഞ്ചത്തിന്റെ പരമകാരണനായ പരമാത്മാവിനെ തിരിഞ്ഞ് സാക്ഷാത്കരിക്കുക. അതാ, അതിനാണ് ആ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായ പരമാത്മ സ്വരൂപത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു. ഈ വിശ്വം മുഴുവനും ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു മുമ്പ്. അന്ന് ഭഗവാൻ ഉണ്ടായിരുന്നു. എന്നാലും നാം അതിനെ ശാസ്ത്രീയമായും കണ്ടു അല്ലേ? എക്സിസ്റ്റൻസ്, സത്ത് ഉണ്ടായിരുന്നു. കാരണം തന്നെയാണ് കാര്യരൂപത്തിൽ പ്രകടമാകുന്നത്. കാരണം കാര്യവും വ്യത്യാസമില്ല എന്നർത്ഥം. സ്വർണം കൊണ്ടുണ്ടായ ആഭരണങ്ങളൊക്കെ സ്വർണം തന്നെ. സ്വർണം കാരണവും സ്വർണ്ണ ആഭരണങ്ങൾ കാര്യവും. ഇതുമാതിരി പരമാത്മാവാണ് ഈ പ്രപഞ്ചത്തിന് കാരണമെങ്കിൽ ഈ പ്രപഞ്ചം ആ പരമാത്മാവ് തന്നെയാവണ്ടേ? അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ഭഗവാനേ ഉള്ളൂ. സൃഷ്ടി ആയിരിക്കുന്നതും ഭഗവാനാണ്. ഇനി സൃഷ്ടി ഇല്ലാണ്ടായ ശേഷിക്കുന്നതും ഭഗവാൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ മൂന്ന് കാലത്തും ഭഗവാനേ ഉള്ളൂ. ഭഗവാനെ കൂടാതെ ഒരു സൃഷ്ടിയില്ല എന്നാ അല്ലേ? അപ്പൊ ഭഗവന്മയമായി ജഗത്തിനെ കണ്ട അത് ശരിയായ കാഴ്ചയാ, സത്യദർശനമാണ്. നമ്മുടെ സ്ഥിതി ഇന്നെന്താ? നാം ജഗത്തിനെ കാണുന്നു, ഭഗവാനെ കാണുന്നതേ ഇല്ല. ശരിയോ? എവിടെ ഭഗവാൻ? ഭഗവാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പറയണേ. എടാ, നീ കാണുന്നത് ഭഗവാനെയാണ്, കാണുന്ന നീയും ഭഗവാനാണ്. കാരണം ഈ പ്രപഞ്ചം ഉണ്ടാവണമെന്നും ഭഗവാനേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. എങ്കിൽ ഭഗവാനില്ലാതെ ഭഗവാനിന്ന് വേറിട്ടൊരു ജഗത്തുണ്ടാവാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മുൻപ് ഈ കണ്ട വിശ്വം മുഴുവനും ഒന്നായ ഒരു ജ്യോതിസ്വരൂപമായിരുന്നു അർത്ഥം. എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സാക്ഷിരൂപേണ, ചൈതന്യരൂപേണ, ബോധരൂപേണ ഇരിക്കുന്നത് കൊണ്ടാണ് ആ സത്യസ്വരൂപനെ ജ്യോതിസ്വരൂപം എന്ന് പറഞ്ഞത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നത് സൂര്യനാണ്. ആ സൂര്യനെ പോലും പ്രകാശിപ്പിക്കുന്നത് നമ്മിലെ ബോധമാണ്. ജ്യോതിഷാമപി തജ്ജ്യോതി, എല്ലാ ജ്യോതിസുകളേക്കാൾ വലിയ ജ്യോതിസാണത്. അതിനെപ്പോലും പ്രകാശിപ്പിക്കുന്നതാണ്. തമസപരമുച്യതേ, ഈ ബാഹ്യപ്രകാശങ്ങൾക്ക് ഇരുട്ടിനെ കാണിച്ചു തരാൻ പറ്റില്ല. വസ്തുക്കളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ. തമസഹപരം, ഇരുട്ടിനെയും പ്രകാശിപ്പിക്കുന്നതാ. ഇരുട്ടുണ്ട് നമ്മൾ അറിയണമല്ലോ, വെളിച്ചമുണ്ട് എന്ന് അറിയണമല്ലോ. ഇരുട്ടിനെയും വെളിച്ചത്തെയും ഏതൊരു ബോധത്താൽ നാം ബോധിക്കുന്നുവോ, ഏതൊരു കോൺഷ്യസ്നെസ്സിനാൽ കോൺഷ്യസ് ആവുന്നുവോ, ആ അറിവ്, ആ ബോധം ഇത് രണ്ടിനും അതീതമല്ലേ? അതില്ലെങ്കിൽ ഈ പ്രപഞ്ചാനുഭവം ഉണ്ടോ? അതിലെ ബോധത്തെ മാറ്റി നിർത്തിയ പ്രപഞ്ചാനുഭവം ആർക്ക്? ബോധകേന്ദ്രത്തെ അസ്തമായിട്ടാണ് ഈ പ്രപഞ്ചാനുഭവം ഉള്ളൂ അല്ലേ? അപ്പൊ ആ പരമാത്മാവാണ് ഈ സൃഷ്ടിക്ക് കാരണമായത്. ആ പരമാത്മാവാണ് സൃഷ്ടിയിൽ സമസ്ത ചരാചരങ്ങളിലും ബോധസ്വരൂപമായിട്ടുണ്ട്. എന്നിലും നിങ്ങളിലും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ജ്യോതിസ്വരൂപമായിട്ടിരുന്നു. ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ആ പരമാത്മസ്വരൂപത്തിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാനിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഭഗവാനെ കാണാതെ ജഗത്തിനെ കാണുന്നു, സൃഷ്ടിയെ കാണുന്നു. അപ്പോ ഈ തലത്തിൽ നിന്നുകൊണ്ടാണ്, ജഗത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്, നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ജഗത്തിന് കാരണത്തെ അന്വേഷിക്കുമ്പോൾ പ്രപഞ്ചത്തിന് കാരണം ഭഗവാൻ എന്ന് പറയുന്നത്. എന്നാൽ ഭഗവാന്റെ സൃഷ്ടിയില് ഭഗവാനേ ഉള്ളൂ, ഭഗവാനല്ലാതെ ഒരു ജഗത്തില്ല. അതാണ് തമാശ. ശരിയോ? സ്വപ്നം കാണുന്നു നമ്മള്. സ്വപ്നം എങ്ങനെയുണ്ടായി? സ്വപ്നം ഉണർന്നിരിക്കുന്ന ആളുടെ മനസ്സിന്റെ സൃഷ്ടിയാണ് അല്ലേ? അപ്പൊ നിങ്ങൾ കണ്ട സ്വപ്നം മുഴുവനും ഈ ഉണർന്നിരിക്കുന്നവന്റെ മനസ്സ് തന്നെയാണ്. എന്നാൽ ഉണർന്നാൽ പിന്നെ സ്വപ്നം ഉണ്ടോ? ഇല്ലയോ? ഉണർന്നവന് സ്വപ്നം ഇല്ല. ഇതുപോലെയാണ് സത്യത്തിലേക്ക് ഉണർന്നാൽ അവന് ജഗത്തില്ല, അവന് ഭഗവാൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ഭഗവാനെ, നമ്മൾ ഓരോരുത്തരിലും അന്തര്യാമിയായി ബോധസ്വരൂപനായി സർവസാക്ഷിയായിരിക്കുന്ന ആ ഭഗവാനെ മറന്ന് വിസ്മരിച്ച് ഈ ദൃശ്യമായ ചിന്തകളിലും ശരീരത്തിലും ബാഹ്യപ്രപഞ്ച വസ്തുക്കളിലും കുടുങ്ങി കുരുങ്ങി ആസക്തരായി കെട്ടുപെട്ട് കിടക്കുമ്പോഴോ നാം ഭഗവാനെ മിസ് ചെയ്യണം. നമ്മൾ ഭഗവാനെ കാണുന്നില്ല. നാമരൂപ വൈവിധ്യമാർന്ന ജഗത്തിനെ സത്യമെന്ന് ഭ്രമിക്കും. ഈ ജഗത്ത് ആ പരമാത്മാവിനെ സ്പർശിക്കുന്നില്ല, അതിനെ മലിനമാക്കുന്നില്ല. അത് ഒന്നിനോട് ചെന്ന് പറ്റണില്ല, ഒന്നും ചെന്ന് അതിനോട് ചേരണില്ല. അതാ പറഞ്ഞത്, ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ ഒന്നിലും ചെന്ന് താനും വലയാതെ. നമ്മിൽ ഓരോരുത്തരുള്ള ഈ ബോധത്തിന്റെ അവസ്ഥ എടുത്തു നോക്കൂ. നമ്മിൽ ഓരോരുത്തരിലുമുള്ള ശുദ്ധ ബോധം, ചൈതന്യം, അതിൽ നിന്നാണ് ചിന്തകള്, മനസ്സ്, ശരീരം, പ്രപഞ്ചമൊക്കെ ഉണ്ടാവുന്നത്. എന്നാ ആ ബോധസ്വരൂപനെ ഈ ശരീരമോ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഒന്നും ബാധിക്കുന്നില്ല. കാരണം അതിലതൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രവർത്തിപ്പിക്കുന്നത് അതാണ്. ഇതുമാതിരി പരമാത്മാവിന്റെ തലത്തിൽ, പരമാത്മാവിൽ ഈശ്വരന്റെ ദൃഷ്ടിയിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ല.
പിന്നെ ആ ഈശ്വരൻ എന്തിനോട് പോയി ഒട്ടാനാ? ആ ഈശ്വരന് വേറിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈശ്വരനെ പോയി പറ്റി പിടിക്കുള്ളൂ? ഇല്ല. വാസുദേവ ഭഗവാൻ മാത്രമേ ഉള്ളൂ. വാസുദേവ സർവമിതി. സത്യം സാക്ഷാത്കരിക്കുന്നവരെന്ത് പറഞ്ഞു? സാക്ഷാത്കരിച്ചവര് ഇവിടെ വാസുദേവനാണെല്ലാം. യാതൊന്നു കൺമതത് നാരായണ പ്രതിമ. ഇവിടെ കാണുന്നതൊക്കെ നാരായണൻ ഭഗവാൻ. പുരുഷേവ ഇതകും സർവം. ഇതെല്ലാം ആ പരമപുരുഷൻ തന്നെ. ഈശാവാസ്യം ഇതം സർവം. ഇതൊക്കെ ഈശൻ തന്നെ. പലതിൽ വേറെ ഒന്നുമില്ല എന്നാ പറഞ്ഞത് അല്ലേ? സൃഷ്ടിയും നീയേ, സൃഷ്ടാവും നീയേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയേ. അപ്പൊ നീയല്ലാണ്ട് ഇവിടെ വേറെ എന്താ ഉള്ളത്? ഞാനുണ്ട്, പിന്നെ ഞാനും നീ തന്നെയാ. നമ്മൾ ഓരോരുത്തരും ഭഗവാൻ തന്നെയാ, ഭഗവത് സ്വരൂപ. പക്ഷെ നമ്മളിത് അറിയണില്ല. അതുകൊണ്ട് നമുക്ക് പലതിനോടും ഒട്ടലും പറ്റലും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഒട്ടലും പറ്റലൊന്നും ഭഗവാനില്ല എന്നാണ് പൂന്താനം പറയണത്. കാരണം ഭഗവാനിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാന് വേറിട്ട് സൃഷ്ടി 3 കാലത്തും ഉണ്ടായിട്ടില്ല. നമ്മുടെ തലത്തിൽ, സൃഷ്ടി കാണുന്ന തലത്തിലാണ് നമ്മൾ ഇതൊക്കെ ചർച്ച നടത്തുന്നത്. മനസ്സിലായില്ല? ഒരിക്കൽ ഭഗവാനിലേക്ക് ഉണർന്നാൽ നാം സ്വപ്നത്തിൽ നിന്ന് ഉണരണ മാതിരിയാണ്. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനിൽ പിന്നെ സ്വപ്നം ഉണ്ടോ? ഇല്ലല്ലോ. സ്വപ്നത്തിൽ ആന വന്നു, ആന കുത്തി എന്നൊക്കെ തോന്നാം. ഉണർന്നാലോ ഒരാനയും കാണില്ല. ഇതുപോലെയാ ഭഗവാനിൽ ജഗത്തില്ല. അല്ലെങ്കിൽ ഒന്നെന്നുള്ളിൽ ഉറക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാവുന്ന വസ്തുവായി. ഈ പരമാർത്ഥം നാം അറിഞ്ഞാൽ എല്ലാ ആഭരണങ്ങൾക്കും കാരണം സ്വർണമാണ്. അതുകൊണ്ട് പല ആഭരണങ്ങളെ നമ്മൾ കാണുമ്പോഴും അതൊക്കെ സ്വർണം തന്നെയാണ്. അപ്പോ ഒന്നെന്നുള്ളിൽ ഉറക്കും ജനങ്ങൾക്ക്, ഇതിനൊക്കെ കാരണമായിരിക്കുന്ന വസ്തു ഒന്നാണെന്ന് ഉള്ളിൽ ഉറച്ചവർക്ക്, മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഒന്നുകൊണ്ടറിവാവുന്ന വസ്തുവായി. ആ ഒന്നിനെ അറിഞ്ഞാലോ ഇതിനൊക്കെ അറിഞ്ഞു. ഉപനിഷത്തിലെ ചോദ്യത കസ്മിന്ന് ഭഗവോ വിജ്ഞാതേ സർവമിതം വിജ്ഞാതം ഭവതീന. ഏതൊന്നിനെ അറിഞ്ഞാൽ ഗുരു എല്ലാത്തിനെയും അറിയാൻ സാധിക്കും. അങ്ങനെയുള്ള വിദ്യ ഏതാ? കാരണത്തെ അറിഞ്ഞാൽ കാര്യം മുഴുവൻ അറിഞ്ഞു. പ്ലാസ്റ്റിക്കിനെ അറിഞ്ഞാൽ പ്ലാസ്റ്റിക് കൊണ്ടുള്ള കസേരകളെയും ബെഞ്ചിനെയും ഡെസ്കിനെയും ഒക്കെ അറിഞ്ഞൂടെ? ഇതൊക്കെ പ്ലാസ്റ്റിക് തന്നെ അല്ലേ? മണ്ണിനെ അറിഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളെയൊക്കെ അറിഞ്ഞില്ലേ? കൂരിയായാലും ചട്ടിയായാലും ചരാതായാലും കലായാലും കൊടായാലും ഒക്കെ മണ്ണ് തന്നെ അല്ലേ? ഇതുപോലെ ഭൗതിക ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ എനർജി അറിഞ്ഞാൽ ഈ കാണുന്ന സമസ്ത ജഗത്തും എനർജിമയം, ഊർജം തന്നെ. ശരിയോ? ആ ഊർജത്തിനും കാരണമായിരിക്കുന്ന ബോധസ്വരൂപനെ സാക്ഷാത്കരിച്ചാലോ ആ ബോധസ്വരൂപിയായ, അഖണ്ഡ ബോധസ്വരൂപിയായ പരമാത്മ തന്നെ ഈ കാണപ്പെടുന്ന സമസ്ത ജഗത്തും. അപ്പൊ ഒന്നൊന്നുള്ളിൽ ഉറക്കും ജനങ്ങൾക്ക്. ഇതിന് മുഴുവൻ കാരണം ആ ഒന്നാണെന്ന് ഉള്ളിൽ ഉറച്ചാൽ ഒന്നുകൊണ്ടറിവാവുന്ന വസ്തുവായി. ആ ഒന്നിനെ അറിഞ്ഞാൽ അതന്നെ ഇതെല്ലാം എന്നറിയപ്പെടാം. ശരിയല്ലേ? എന്നാൽ ഒന്നിലും ഉറക്കാത്ത ജനങ്ങൾക്കോ ഇതാണോ സത്യം, അതാണോ സത്യം, ഇതിലേതാ സത്യം, ഈ നാനാത്വം സത്യമായി ഭ്രമിക്കുന്ന ആൾക്കാർക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. അതും ആ പരമാത്മ തന്നെയാണ്. ശരിയോ? വൈവിധ്യമാർന്ന നാമരൂപങ്ങളെയാണ് ഒരാൾ സത്യമെന്ന് വിചാരിക്കുന്നതെങ്കിലോ അയ്യോ അവനാകെ കൺഫ്യൂസ്ഡ് ആവും, അവനാകെ പരിഭ്രമിക്കും. അയ്യോ ചിലതിനോട് ഇഷ്ടം, ചിലതിനോട് ഇഷ്ടമില്ലായ്മ, ചിലതിനെ സ്വന്താക്കണം, ചിലതിനെ അകറ്റണം, ചിലതിനെ അടുപ്പിക്കണം, ചിലതിനോട് ശത്രുത, ചിലതിനോട് മിത്രത. ശരിയല്ലേ? അങ്ങനെ രാഗദ്വേഷ കലുഷിതമായ മനസ്സോടുകൂടി ഈ ലോകത്തിൽ ധർമ്മ അധർമ്മ പ്രവൃത്തികൾ ചെയ്ത് പുണ്യപാപങ്ങൾ ആർജിച്ച് വീണ്ടും ജനന മരണ സുഖ ദുഃഖ സംസാര പരമ്പരയിൽ കറക്കം. ശരിയോ? ഒന്നാണത്. ഇതിനൊക്കെ പരമകാരണം ആ ഒന്നാണ്. ഏത്? ഈ സൃഷ്ടിക്ക് മുമ്പുണ്ടായ പരമാത്മാ, സത്സ്വരൂപിയായ പരമാത്മാ എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാർക്ക് ഇതെല്ലാം ആ ഒന്നാണ്, ഒന്നുകൊണ്ടറിയപ്പെടുന്ന വസ്തുവാണ്. ആ ഒന്നിൽ ഉറച്ചിട്ടില്ലെങ്കിലോ, ആ പരമകാരണത്തെ ബോധ്യപ്പെടുത്തിപ്പെട്ടിട്ടില്ലെങ്കിലോ, ഇങ്ങനൊരു പരമകാരണമുണ്ടെന്നും അത് പരമാത്മാ ഭഗവാനാണെന്നും ഈ പ്രപഞ്ചത്തിന് പരമകാരണമായി ഭഗവാന് വേറിട്ട് ഒന്നുമില്ല എന്നും അറിയാത്ത ആൾക്കാർക്ക് ഈ കാണപ്പെടുന്ന പ്രപഞ്ചമാണ് സത്യം. അപ്പോഴോ നാമരൂപമാണ് പ്രപഞ്ചം. അത് സത്യം ചലോ ഒന്നുപോലെയല്ലല്ലോ ഒന്ന്. ശരിയോ? അങ്ങനെ ഉള്ള വസ്തുവില് ഭേദബുദ്ധി വന്നു. ഭേദബുദ്ധി വന്നാലോ ഇഷ്ടാനിഷ്ടം വന്നു. ഇഷ്ടാനിഷ്ടം വന്നാലോ ഇഷ്ടമുള്ള നേടാൻ വേണ്ടി ശ്രമം, ഇഷ്ടമില്ലാത്തതിനെ അകറ്റാൻ ഓടിക്കാൻ ശ്രമം. അതുകൊണ്ടാണ് ഇഷ്ടാനിഷ്ടങ്ങളെ കൊണ്ടാണ് നാം പുണ്യവും പാപവും ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ടാണ് സുഖവും ദുഃഖവും ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഇതാ ഒന്നിലും ഉറയ്ക്കാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി. എന്നാൽ ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിന് ഒന്നായുള്ളൊരു ജീവസ്വരൂപമായി. എന്നാൽ ഈ വൈവിധ്യം കാണുമ്പോൾ ഒന്നുപോലെയല്ല ഒന്ന്. എന്നെ മാതിരിയല്ല നിങ്ങളെ, മനുഷ്യനെ മാതിരിയല്ല മൃഗം, മൃഗത്തെ മാതിരിയല്ല വൃക്ഷം, അതിനെ മാതിരിയല്ല പക്ഷി. ആണോ? സൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒന്നുപോലെയാണോ മറ്റൊന്ന്? ഓരോന്നും വ്യത്യസ്ത ശരീരഘടന, സ്വരൂപം, സ്വഭാവം
ഒക്കെ വ്യത്യാസമല്ലേ? അതെ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഈ വസ്തുക്കളിലൊക്കെയും ഒന്നായിരിക്കുന്ന ജീവസ്വരൂപമായിരിക്കുന്നു ആ പരമാത്മ തന്നെ. വൈവിധ്യമാർന്ന ജഗത് വസ്തുക്കളെയൊക്കെ അതാക്കി നിലനിർത്തി അതിനൊക്കെ ഉണ്മ നിലനിൽപ്പ് കൊടുക്കുന്നത് ആരാ? ആ ഭഗവാൻ തന്നെ. എന്നെ ഞാനാക്കണത് ആരാ? എന്നിലെ ആ ചൈതന്യം. നിങ്ങളെ നിങ്ങളാക്കണതോ? നിങ്ങളിലെ ചൈതന്യം. വൃക്ഷത്തെ വൃക്ഷമായി നിലനിർത്തുന്നതോ? വൃക്ഷത്തിൽ ആ ചൈതന്യം ഉള്ളപ്പോഴല്ലേ ജീവനുള്ളൂ വൃക്ഷത്തിന്. വൃക്ഷം വളരെ ഉള്ളൂ, അല്ലെങ്കിൽ ഉണങ്ങി പോവില്ലേ? മൃഗത്തിലില്ലേ? ഉറുമ്പിലില്ലേ? ഏതിലില്ലാത്തത്? മനുഷ്യർ തന്നെ ഒന്നുപോലെയല്ല വേറൊരാള്, മനുഷ്യനെ പോലെയല്ല മൃഗങ്ങള്, അതേപോലെയല്ല ഈ സൃഷ്ടിയിൽ ഓരോന്നും ഒക്കെ വ്യത്യസ്ത. പക്ഷേ വ്യത്യസ്തമായ വസ്തുക്കളിലൊക്കെ വ്യത്യസ്തത ഇല്ലാതെ കുടികൊള്ളുന്നു പരമാത്മ ഭഗവാൻ ജീവസ്വരൂപനായിട്ട്, അന്തര്യാമിയായിട്ട്. ഗീതയിൽ ഭഗവാൻ പറയും, നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതെന്നോർത്തിടേണം. നിങ്ങൾ കാണുന്നത് വൈവിധ്യമാർന്ന പുഷ്പങ്ങളും മുത്തുകളും. പക്ഷേ ഈ വൈവിധ്യമാർന്ന മുത്തുകളെയും പുഷ്പങ്ങളെയും ഒക്കെ ഇങ്ങനെ മാലയുടെ വടിവിൽ നിർത്തിയിരിക്കുന്നത് അതിലൊക്കെ വ്യത്യസ്തതയില്ലാത്തൊരു ചരടുണ്ട്. അതാ ശരിയോ? ആ ചരട് പൊട്ടിക്കഴിഞ്ഞാൽ ആ മാല തെറിച്ചു പോവില്ലേ? ആ മുത്തൊക്കെ തെറിച്ചു പോവില്ലേ? അപ്പൊ ആ മുത്തിനെ കാണുന്നുള്ളൂ നമ്മള്. ആഴത്തിലേക്ക് പോയാലേ, ഉള്ളിലേക്ക് പോയാലേ അതിനൊക്കെ കോർത്ത് നോക്കിയിരിക്കുന്ന നൂലിനെ കാണുള്ളൂ. സ്ഥൂല ദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റില്ല. അതിനവിടെ പറഞ്ഞത്. അല്ലെങ്കിലോ മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ, എന്നിൽ നിന്ന് അന്യമായിട്ട് ഭക്തരെ ഇവിടെ രണ്ടാമതൊരു വസ്തു ഇല്ലവേ ഇല്ല, എല്ലാം ഞാൻ തന്നെയെന്നാ ഭഗവാന്റെ പ്രഖ്യാപനം ഗീതയില് അല്ലേ? എല്ലാത്തിലും എല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം. ഞാനാണെല്ലാം, എന്നിന്ന് വേറിട്ടിട്ട് ഒന്നുമില്ല. പക്ഷേ നമ്മൾ വൈവിധ്യം കാണുന്നു. ഓരോരോ ശരീരങ്ങളും ഓരോരോ രൂപങ്ങളും ഓരോരോ വസ്തുക്കളും ഓരോരോ മണി പോലെ വിചാരിച്ചോളൂ, മുത്തുപോലെ. അതൊക്കെ കോമൺ ആയിട്ടുള്ള എന്താ? കോമൺ ആയിട്ടുള്ള ചരട്. ശരിയല്ലേ? ഇതുപോലെ എന്നിലും നിങ്ങളിലും ഒക്കെ സ്വഭാവത്തിൽ നമ്മൾ വ്യത്യാസമുണ്ട്. ഓരോന്നിലും നോക്കൂ, ശരീരഘടനയിൽ തടിയിൽ വ്യത്യാസമുണ്ട്. ചില തടിയന്മാർ, ചില തടിയില്ലാത്തവര്, ചിലർ സുന്ദരി, ചിലർ സൗന്ദര്യം ഇല്ലാത്തവര്, ചിലർ കറുത്ത്, ചിലർ വെളുത്ത്, കറുത്ത ചിലർ വെളുത്ത് അല്ലേ? ചിലർ പഠിപ്പുള്ളവരെ, ചിലപ്പോൾ പഠിപ്പില്ലാത്തവര് അല്ലേ? ചിലർ ധനമുള്ളവരെ, ചിലർ ധനമില്ലാത്തവര്. ഇങ്ങനെ നോക്കിയാൽ ഭൗതിക ദൃഷ്ടിയാൽ നമ്മൾ തമ്മിൽ ഒരു യോജിപ്പില്ല, ഏകത്വം ഇല്ലവേ ഇല്ല. ഉണ്ടോ? ഒക്കെ വ്യത്യസ്തത ആർന്നവരാ. പക്ഷേ ഒരു മനുഷ്യനെ ഈ ഭൗതികമായ ദൃഷ്ടി കൂടെയും കാണാം, എന്നാൽ ഒരു ആധ്യാത്മിക ദൃഷ്ടി കൂടെയും കാണാം. എന്നാൽ ഈ വൈവിധ്യങ്ങളൊക്കെ ഉള്ളിൽ വൈവിധ്യമില്ലാത്ത ഒന്നുണ്ട്, അതാണ് ആ ചൈതന്യം. ശരിയോ? ധനികനിലും ദരിദ്രനിലും, പഠിച്ചവരിലും പഠിക്കാത്തവരിലും, സുന്ദരനിലും വിരൂപനിലും, തടിയനിലും മെലിയനിലും, ഏത് ജാതിയിൽപ്പെട്ടവനിലും, ഏത് മതത്തിൽപ്പെട്ടവനിലും, ഏത് വർഗത്തിൽപ്പെട്ടവനിലും, ഏത് രാജ്യക്കാരനോട്ടെ, അവരിലൊക്കെ കോമൺ ആയിരിക്കുന്ന ഘടകം ആ ലൈഫ് പ്രിൻസിപ്പിൾ, ആ ചൈതന്യം, ആത്മതത്വം, ജീവതത്വം. ശരിയോ? അതെല്ലാവരിലും ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ഉദാഹരണം എടുക്കാം. ബൾബ് കത്തണു, ഫാൻ തിരിയണു, മൈക്ക് ശബ്ദം ഉണ്ടാക്കണു, വീട്ടിൽ വസ്തുക്കളെ ചൂടാക്കണു, ഫ്രിഡ്ജ് തണുപ്പിക്കുന്നു അല്ലേ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണു, TV വർക്ക് ചെയ്യണു. ഈ ഉപകരണങ്ങളൊക്കെ വ്യത്യസ്തല്ലേ? ഈ വ്യത്യസ്തമായ ഉപകരണങ്ങളെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത് വ്യത്യസ്തതയില്ലാത്ത കരണ്ടല്ലേ? ആ കരണ്ടിന് വ്യത്യാസമുണ്ടോ? ആ കരണ്ട് അങ്ങോട്ട് പോയാൽ എല്ലാ ഉപകരണങ്ങളും പ്രവർത്തനം നിലയ്ക്കും. ശരിയോ? അതുമാതിരി എൻ്റെ ജീവിതം ഇല്ലാണ്ടാവും, നിങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാവും ആ ചൈതന്യത്തിന്റെ അഭാവത്തിൽ. ശരിയോ? അപ്പൊ നമ്മൾ വൈവിധ്യമാർന്ന സമസ്ത വസ്തുക്കളിലും വൈവിധ്യമില്ലാതെ കുടികൊള്ളുന്നു ആ ഏകമായ പരമാത്മതത്വം, ഭഗവത് സാന്നിധ്യം, ചൈതന്യം. അതാണ് ഇവിടെ പറയണത്. ഒന്നുപോലെ ഒന്നില്ലാതെയുള്ളതില് ഒന്നായുള്ള ഒരു ജീവസ്വരൂപമായി. ഒന്നുപോലെയല്ല ഇവിടെ ഒരു വസ്തു, എല്ലാം വ്യത്യസ്തതാർന്നതാ. പക്ഷേ അതിനൊക്കെ അതാക്കി നിലനിർത്തുന്ന, അതിൽ അന്തര്യാമിയായി കുടികൊള്ളുന്ന ചൈതന്യം ഏകം. അവിഭക്തം വിഭക്തേഷു വിഭക്ത വിഭജസ്ഥിതം എന്ന് ഗീത. ഭഗവത്ഗീത പഠിച്ചാൽ അതൊക്കെ വളരെ സ്പഷ്ട. ആ ആശയമാണ് ഇവിടെ പറയണത്. ഈ സ്ഥൂല ദൃഷ്ടി കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒക്കെ വിഭക്തം, വേറെ 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 ആയിട്ടാണ് തോന്നുന്നത്. എന്നാലോ വേറെ വേറെയായി കാണുന്ന എല്ലാ വസ്തുക്കളിലും വേറെ അല്ലാതെ ഇരിക്കുന്ന വസ്തുവാണ് ഞാൻ എന്ന് ഭഗവാൻ പറയും.
ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിശ്വം ചമച്ചുപോൽ. അവന്, ആ പരമാത്മാവിന് ഈ പ്രപഞ്ചത്തോടോ നമ്മളിൽ വരുമ്പോൾ ഈ ശരീരത്തിനോടോ മനസ്സിനോടോ നമ്മുടെ ഉള്ളിൽ പൊന്തി വരുന്ന വിചാരങ്ങളോടോ ചിന്തകളോടോ ഒന്നിനോടോ ഒരു ബന്ധമില്ല. അത് കേവലം സാക്ഷിയാണ്. അതിൽ ഓരോരുത്തരിലും കേവലം സാക്ഷിയായി, കാഴ്ചക്കാരനായി, ഓൺലുക്കറായി ഭഗവാൻ കുടികൊള്ളുന്നു. അവിടെ എന്തെല്ലാം വിചാരങ്ങൾ പൊന്തി പറയട്ടെ, അതിനൊന്നും ബാധിക്കുന്നില്ല. അന്തം ഒന്നിനും ഒരു ബന്ധമില്ല. ഭഗവാൻ ഈ സമഷ്ടി പ്രപഞ്ചത്തിൽ വലിയ ബന്ധം. പ്രപഞ്ചം ഉണ്ടായാലും നശിച്ചാലും ഭഗവാൻ യാതൊരു ബാധയില്ലാതിരിക്കും. നമ്മിലാവുമ്പോഴതെ, സൃഷ്ടിയിലാവുമ്പോഴതെ എന്തെല്ലാം ജീവിതാനുഭവങ്ങള് ചിന്തകള് പൊന്തി മറയട്ടെ, അതിനൊക്കെ സാക്ഷി, അതിനോടൊരു ബന്ധമില്ലാതിരിക്കണം. അങ്ങനെയുള്ള പ്രപഞ്ചകാരനായ പരമാത്മാവിനെ ആദ്യം പരിചയപ്പെടുത്തി. എന്നിട്ടോ അവനാണ് ഈ വിശ്വം ചമച്ചത് പറയാം. എങ്ങനെ അവൻ വിശ്വം ചമച്ചു? ആ പരമാത്മാ ഏകനായ ഭഗവാൻ തൻ്റെ ശക്തിയിലൂടെ, പ്രകൃതിയിലൂടെ 3 രൂപം സ്വീകരിച്ചു എന്നാണ്. അതാണ് ത്രിമൂർത്തികൾ. ഒരു നടൻ 3 വേഷം ഇട്ട് കളിക്കുന്ന മാതിരി അല്ലേ? ഒരാൾ തന്നെ 3, 1 in 3. നടന്മാർക്ക് അഭിനയിക്കാനുള്ള ഈ കോൺസെപ്റ്റ് ഭഗവാൻ എന്നാ കിട്ടിക്കണേ. എന്നിട്ട് ഭഗവാൻ ഇവരുന്ന് ഈ സിനിമയുടെ സംവിധായകന്മാരിന്ന് ഭഗവാൻ പഠിച്ചതാണോ? അത് ഭഗവാനെന്ന് സംവിധായകന്മാർ പഠിച്ചോ? ആദ്യം 1 in 3 ആയത് ഭഗവാനാ അല്ലേ? സ്ഥിത്യാദയേ, സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്ന 3 പ്രക്രിയകൾക്ക് വേണ്ടിയിട്ട് ഹരി വിരിഞ്ചി ഹരേ ദിസപ്ഞാഹ, ഹരിയെന്നും ഹരനെന്നും ബ്രഹ്മാവെന്നും 3 രൂപം കൈക്കൊണ്ടു. ആര്? പരപുരുഷ ഏക. ആ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന പരമപുരുഷനായ ഭഗവാൻ ഏകൻ തന്നെ. എങ്ങനെ? സത്വം, രജസ്, തമസ് എന്ന പ്രകൃതിയുടെ 3 ഗുണങ്ങളോട് കൂടി ചേർന്നിട്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണത്തിന് വെളുപ്പ് നിറം. അപ്പൊ പറയാം, വെളുത്ത കോസ്റ്റ്യൂം ഇട്ട് വന്നു, വെളുത്ത ഉടുപ്പൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ മഹാവിഷ്ണു. ചോപ്പ് നിറാണ് രജോ ഗുണം. അപ്പൊ ചോപ്പുടുപ്പ് അതൊക്കെ അണിഞ്ഞിട്ട് വേഷമൊക്കെ കെട്ടിയിട്ട് വന്നപ്പോഴോ ബ്രഹ്മാവ്. കറുപ്പാണ് തമോ ഗുണത്തിന്റെ. കറുത്ത ഡ്രസ്സൊക്കെ അണിഞ്ഞു വന്നപ്പോൾ ആ പരമാത്മാവ് രുദ്രൻ എന്ന പേരിൽ അറിയപ്പെട്ടു, ഹരൻ എന്ന പേരിൽ. വാസ്തവത്തിൽ 3 രൂപത്തിലിരിക്കണ ആരാ? പരമപുരുഷനായ ഭഗവാൻ ഏകനാണ്. ശരിയോ? അങ്ങനെ ആ പ്രഭു ത്രിഗുണങ്ങളെ കൊണ്ട് 3 രൂപം കൈക്കൊണ്ടു. അപ്പൊ ഈ 3 ഗുണങ്ങളോട് കൂടി ചേർന്നാലേ ഈ പ്രപഞ്ച സൃഷ്ടിയുള്ളൂ. പ്രപഞ്ച സൃഷ്ടിയാണെങ്കിൽ ഈ പ്രകൃതി വേണം. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില് ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുന്ന ആ ശക്തിയെ പ്രകാശിപ്പിച്ചിട്ട് ഭഗവാൻ ആ ത്രിഗുണാത്മികയായ പ്രകൃതിയിലൂടെ 3 രൂപം കൈക്കൊണ്ട് പ്രപഞ്ച സൃഷ്ടിയാദികളെ ചെയ്യുന്നു. അപ്പോൾ ആ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ഏകനായി ഒന്നിനോടും ഒട്ടലില്ലാതെ കേവല സാക്ഷിയായി നിന്ന അവൻ തന്നെയാണ് ഈ വിശ്വം ചമച്ചത് പറഞ്ഞു. എങ്ങനെയാ വിശ്വം ചമച്ചത്? ഇങ്ങനെയാണ്, മൂർത്തികളിലൂടെ. അവസാനം ഈ പ്രപഞ്ച പ്രളയകാലത്ത് ഇത് 3ഉം ഒന്നിലടങ്ങും. ആ 1 3ആയി, ആ 3 ഒന്നാവും. പിന്നെ അതാ 3ഉം ഒന്നിലടങ്ങുന്നു, പിന്നെയും ഒന്നുമില്ല പോൽ വിശ്വാമന്നേരവും. 3ഉം ഒന്നിലടങ്ങുന്നു. ഗുണങ്ങളുടെ ദൃഷ്ടിയിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇത് 3ഉം സമാസമായാൽ, ഒപ്പൊപ്പായിരുന്നാൽ പ്രളയ സൃഷ്ടിയില്ല. അപ്പോൾ ഈ ഒപ്പായിരുന്ന സമമായിരുന്ന ഈ 3 ഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിൽ സംഭവിക്കുമ്പോഴാണ് അത്ര സൃഷ്ടി ആരംഭിക്കുന്നത്. ഗുണത്തിന് വേരിയേഷൻ സംഭവിക്കുന്നു. വീണ്ടും അത് സമാവസ്ഥയായാലോ 3ഉം ഒന്നിലടങ്ങുന്നു. ആ 3 ഗുണങ്ങളും ആരെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്? പരമാത്മാവിനെ ആശ്രയിച്ച. ആ പരമാത്മ ഭഗവാനിൽ ഈ 3 ഗുണങ്ങളും ഗുണപ്രകൃതിയും ആയൊക്കെ ലയിച്ചു. അപ്പോഴോ ബ്രഹ്മാവും വിഷ്ണുവും ശിവനൊക്കെ വേഷം അഴിച്ചു വെച്ചു. അണിയറ സ്റ്റേജിൽ വന്ന് ആട്ടം കഴിഞ്ഞിട്ടോ അണിയറയെ പോയിട്ട് ഡ്രസ് അഴിച്ചു വെച്ച മാതിരി. അതാ 3ഉം ഒന്നിലടങ്ങുന്നു. പിന്നെയും 3ഉം ഒന്നിലടങ്ങുന്നു പറഞ്ഞാൽ 3 ഗുണങ്ങളും ഗുണാതീതനായിരിക്കുന്ന പരമാത്മാവിൽ ലയിക്കുന്നു ഒരർത്ഥം. മറ്റതോ ഈ 3 മൂർത്തികളും ത്രിമൂർത്തികളും ആ പരമാത്മാവിൻ്റെ തന്നെ 3 ഭാവമാണല്ലോ, ആ പരമാത്മ സ്വരൂപത്തിൽ വിലയിക്കുന്നു. എപ്പോ? പ്രളയകാലത്ത്. അപ്പോൾ സൃഷ്ടിയും പ്രളയവും പറഞ്ഞു. 3 കൊണ്ടു ചമച്ചോരു വിശ്വത്തിൽ 3ആയിട്ടുള്ള കർമ്മങ്ങളൊക്കെയും പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും
പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. ഈ സൃഷ്ടിയിൽ മുഴുവനും ത്രിഗുണ നൃത്തമാണ്. ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ടാണ് പ്രപഞ്ച വ്യാപാരം തന്നെ നടക്കുന്നത്. അപ്പൊ സത്വം രജസ് തമസ് എന്ന് പറഞ്ഞ മൂന്ന് ഗുണം എല്ലാ വ്യക്തികളിലുമുണ്ട്. മൂന്ന് സംസ്കാരമായിട്ട്, സ്വഭാവമായിട്ട് ജീവികളിലുണ്ട്. എല്ലാ ജീവികളും ഒരുപോലെയല്ല. സാത്വിക ജീവികൾ സാത്വിക സ്വഭാവം, രാജസ സ്വഭാവം, താമസ സ്വഭാവം മനുഷ്യരിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, ശിലയിലുണ്ട്, വെള്ളത്തിലുണ്ട്, മണ്ണിലുണ്ട്, എല്ലാത്തിലുണ്ട്. എല്ലാ കല്ലും ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കാൻ ഉപയോഗിക്കുമോ? ചില കല്ല് അലക്കാൻ ഉപയോഗിക്കും, ചില കല്ല് ചവിട്ടി നടക്കാൻ ഉപയോഗിക്കും, ചില കല്ല് അല്ലേ. ചിലത് ചുമര് പണിയാൻ ഉപയോഗിക്കും, ചിലത് ചെത്തി കൊത്തി നല്ല വിഗ്രഹമായിട്ട് അമ്പലത്തിൽ പ്രതിഷ്ഠ ചെയ്ത് പൂജ ചെയ്യും. ശരിയോ? സാത്വിക ശില, കൃഷ്ണശില, ശരിയല്ലേ? എല്ലാ വെള്ളവും കുടിക്കാൻ പറ്റുമോ? ചില വെള്ളം കുടിക്കാം, ചില വെള്ളം കുളിക്കാൻ കൊള്ളും, ചില വെള്ളം പാത്രം കഴുകാൻ കൊള്ളും, ചില വെള്ളം വസ്ത്രം കഴുകാൻ കൊള്ളും. ശരിയോ? വെള്ളത്തിൽ വലിയ വ്യത്യാസം. എല്ലാ മണ്ണും കൃഷിക്ക് ഉപയുക്തമാണോ? അല്ല. ഇങ്ങനെ സൃഷ്ടിയിൽ എല്ലാത്തിലും വലിയ സ്വഭാവ വ്യത്യാസം. ഈ മൂന്ന് ഗുണങ്ങൾക്കനുസരിച്ച ത്രിഗുണാത്മികയായ പ്രകൃതിയിലൂടെയാണ് പരമാത്മാവിന്റെ സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ട് മൂന്ന് കൊണ്ടാണ് ഈ വിശ്വം ചമച്ചിട്ടുള്ളത്. മൂന്ന് കൊണ്ട് വെച്ചാൽ ഈ മൂന്ന് ഗുണങ്ങളെ കൊണ്ട്. അതുകൊണ്ടോ ഈ സൃഷ്ടിയിലുള്ള എല്ലാവരുടെ എല്ലാ പ്രവൃത്തികളും മൂന്ന് തരത്തിൽപ്പെടും അത്രയും അർത്ഥം. ഈ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മളിൽ ഓരോരുത്തരും ഗുണം വാസനയായിട്ടിരിക്കുക. അതിൻ്റെ പ്രേരണയ്ക്കനുസരിച്ചിട്ടാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ, അതിനനുസരിച്ചിട്ടാണ് പ്രവർത്തനങ്ങൾ. അപ്പൊ മൂന്ന് തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. മൂന്ന് തരത്തിലുള്ളതായ കർമ്മം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സാത്വിക കർത്താവ്, രാജസ കർത്താവ്, താമസ കർത്താവ്. ശ്രദ്ധ മൂന്ന് തരത്തിലുണ്ട്. സാത്വിക ശ്രദ്ധ, രാജസ ശ്രദ്ധ, താമസ ശ്രദ്ധ. ഇതൊക്കെ ഗീതയിൽ വിസ്തരിച്ച് പറയും. സാത്വിക കർമ്മം, രാജസകർമ്മം, താമസകർമ്മം ത്രിഗുണാത്മകമാണ് ഈ പ്രപഞ്ച സൃഷ്ടി എന്നുള്ളത് കൊണ്ട് അതിൽ കർമ്മങ്ങളും മൂന്ന് പ്രകാരത്തിലേ ഉണ്ടാവാൻ വയ്ക്കൂ. ഏതൊക്കെയത്? പുണ്യകർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, മിശ്രകർമ്മങ്ങൾ. സത്വഗുണത്തിന്റെ ഫലമായിട്ടുണ്ടാവണതാണ് പുണ്യകർമ്മം. ഒരാൾ സത്വഗുണം ആണ് ജാസ്തി വെച്ചാലോ അയാൾ എപ്പോഴും പുണ്യകർമ്മേ ചെയ്യുള്ളൂ, സൽക്കർമ്മങ്ങളെ ചെയ്യുള്ളൂ. ഒരാളിൽ തമോ ഗുണമാണ് അയാളെ എപ്പോഴും ഭരിക്കുന്നത്, ജാസ്തി ആയിട്ടിരിക്കണമെങ്കിലോ അയാൾക്ക് പാപകർമ്മേ ചെയ്യാൻ താല്പര്യം ഉണ്ടാവുക. രജോ ഗുണപ്രധാനിയാണ്, രജോ ഗുണവാസനകളാണ് അയാളിൽ ഭരിക്കണമെങ്കിലോ അയാൾ പുണ്യപാപ രണ്ടും ചേർന്ന മിശ്രകർമ്മങ്ങൾ ചെയ്യും. മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടും തളയ്ക്കുന്നു ജീവനെ. ആനയെ ചെങ്ങലക്കിട്ട് തളയ്ക്കണ മാതിരി ഈ കർമ്മം സാത്വികാവട്ടെ, രജസാവട്ടെ, താമസാവട്ടെ അജ്ഞാനത്തിൽപ്പെട്ടതാണല്ലോ. അതുകൊണ്ടോ മൂന്നും നമ്മളെ ബന്ധിക്കും, കെട്ടിയിടും. സത്വം സുഖേ സഞ്ജയതി 14-ാമത്തെ ഗീതയിൽ ഇതൊക്കെ പറയുന്നുണ്ട്. ഗുണത്രയ വിഭാഗയോഗം പഠിക്കേണ്ടതാ. സത്വം സുഖത്തില്, ജ്ഞാനത്തില്, അറിവില്, അതിലൊക്കെ നമ്മളെ കൊടുക്കും. സാത്വിക് എന്റർടൈൻമെന്റ്. മ്യൂസിക് നല്ല രസമുള്ളതാ, മ്യൂസിക് നല്ല ആനന്ദം കൊടുക്കുന്നതാ. പക്ഷെ ആ മ്യൂസിക്കിൽ മനസ്സങ്ങനെ ശാന്തമാകുമ്പോൾ അതിൽ പെട്ടങ്ങനെ ഇരിക്കും. അതൊരു സാത്വിക് സ്റ്റേറ്റ് ഓഫ് മൈൻഡാ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാലേ സത്വഗുണത്തിനും അപ്പുറത്താണ് ഭഗവാൻ പരമാത്മാ. മൂന്ന് ഗുണങ്ങൾക്കും അതീതമാണ്. നിത്രയുണ്യോ ഭവാർജുന. അതുകൊണ്ട് നീ മൂന്ന് ഗുണത്തെയും അതിവർത്തിക്കണം. മൂന്ന് ഗുണത്തെ അതിവർത്തിക്കണമെങ്കിൽ മനസ്സിനപ്പുറത്തേക്ക് പോകണം. മൂന്ന് ഗുണങ്ങൾ മനസ്സിന്റെ തലത്തിലാണ്. അതിനെന്ത് ചെയ്യണം? നിത്യസത്വസ്തോഭവ, സത്വഗുണത്തെ നീ വളർത്തുക എന്ന് പറഞ്ഞു. പക്ഷെ സത്വഗുണവും ഒരു ബന്ധനം തന്നെയാണ്. സ്വർണ്ണച്ചെങ്ങലയാ ഇനി പറയാൻ പോണത്. പൊന്നിൻ ചെങ്ങല ഒന്നി പറഞ്ഞതിൽ ഒന്നിരുമ്പിനാൽ ഭേദമത്രേയുള്ളൂ, രണ്ടിനാലും എടുത്തു പണി ചെയ്ത ചെങ്ങലയല്ലോ മിശ്രമാം കർമ്മവും. സത്വഗുണം ബന്ധിക്കും, അത് സ്വർണ്ണച്ചെങ്ങല അത്രേ. തമോ ഗുണത്തിന്റെ പാപകർമ്മം അതോ അത് ഇരുമ്പ് ചെങ്ങലയാ. എന്നാ രജോ ഗുണത്തിന്റെ മിശ്രകർമ്മം അത് രണ്ടും ചേർന്നുണ്ടാക്കിയ പഞ്ചലോഹ കർമ്മം, ചെങ്ങല, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. ഇരുമ്പ് സ്വർണ്ണമൊക്കെ ചേർന്നുണ്ടാക്കിയ ചെങ്ങലയാ. എന്തായാലും ചെങ്ങലയാ, ബന്ധനം തന്നെ. സ്വർണ്ണ ചെങ്ങലൊക്കെ ആയാലും അല്ലേ, മൂന്നും ബന്ധിക്കും. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണ സംഘ സമുദ്ഭവം. രജോ ഗുണത്തിന്റെ ഫലം എന്താ? എപ്പോഴും കണ്ടതിലൊക്കെ മോഹം, ആഗ്രഹം. അതുണ്ടാക്കണം, ഇതുണ്ടാക്കണം, പണം ഉണ്ടാക്കണം, സ്ഥാനം വേണം, ഭോഗം വേണം, അവസാനമില്ലാത്ത മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ. അതിനുവേണ്ടി ഇരിക്കപ്പുറത്തില്ലാതോട്ടം കർമ്മം, അത് നേടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കിട്ടിയ സന്തോഷം, കിട്ടിയില്ലേ സങ്കടം, വേറൊരാൾക്ക് കിട്ടിയ അസൂയ, തനിക്ക് കിട്ടിയ ഇനിയും വേണമെന്നുള്ള ലോഭം, ഇങ്ങനെയൊക്കെ പോകുന്നു. എവിടെ സ്വസ്ഥത, സമാധാനം ഉണ്ടാവുക? ഉണ്ടാവില്ല. തമസ്തു അജ്ഞാനജം വിദ്ധി.
നിദ്ര, ആലസ്യം, പ്രമാദം ഒക്കെ ഉണ്ടാക്കും. അജ്ഞാനം, അവിവേകം, ആലസ്യം, മടി ഒക്കെ ഉൾട്ടായിട്ട് മനസ്സിലാക്കുക, ചെയ്യണമൊക്കെ അപകടാക്കുക, ഇതൊക്കെ തമോ ഗുണത്തിന്റെ സ്വഭാവമാണ്. ഇങ്ങനെ 3 ഗുണം 3 സ്വഭാവം നമ്മളിലൊക്കെ ഉണ്ടല്ലോ. അതാണ് ഇപ്പോൾ ഇവിടെ പറയണത്. അപ്പൊ ചുരുക്കത്തില് 3 തരത്തിലാണ് കർമ്മങ്ങള് ഈ സൃഷ്ടി ത്രിഗുണാത്മിക ആയതുകൊണ്ട്. ഈ 3 ഗുണവും ഈ 3 ഗുണങ്ങളാൽ ഉണ്ടാവുന്ന പുണ്യ പാപ മിശ്ര കർമ്മങ്ങളും ജീവനെ ഈ സംസാരത്തിൽ തളയ്ക്കുന്നു, കെട്ടിയിടുന്നു. 10 ഗുണം കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് അതിന്റെ ഫലം അനുഭവിക്കാൻ വേണം. രജോ ഗുണം കൊണ്ട് മിശ്രകർമ്മം ചെയ്ത അതിന്റെ ഫലം അനുഭവിക്കണം. തമോ ഗുണം കൊണ്ട് പാപം ചെയ്ത അതിന്റെ ഫലം അനുഭവിക്കണം. ഇനി ഈ കർമ്മബന്ധത്തിൽ നിന്ന് ആർക്കെങ്കിലും ഉണ്ടോ രക്ഷ, മോചനം എന്നാലോചിച്ചാലോ? നമ്മുടെ മാത്രം കഥയല്ല അത്. സൃഷ്ടാവായ ബ്രഹ്മാവിന്റെ അടക്കം സ്ഥിതി ചെയ്താത്രേ. ബ്രഹ്മാവാദിയായിച്ചേറുമ്പോളം കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്ക എന്നതു ഭുവനാന്ത്യപ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്ക എന്നതു ബ്രഹ്മാവിനുമെളുതല്ല നിർണയം. ബ്രഹ്മാവ് മുതല് ഒരു ചെറിയ ഈച്ച അല്ല ഒരു ഉറുമ്പ് വരെയുള്ള ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച അതിലൊരു ചെറിയ ജീവിയാണ് ഈച്ച, ഉറുമ്പ് എന്നൊക്കെ പറഞ്ഞത്. അതുവരെയുള്ള എല്ലാവരും കർമ്മബദ്ധന്മാരാ. ബ്രഹ്മാവ് ബ്രഹ്മലോകത്ത് ബ്രഹ്മാവായത് എന്തുകൊണ്ടാ? ബ്രഹ്മാവ് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാണ്. അതിന്റെ ഫലമായിട്ട് ബ്രഹ്മാവിന്റെ ആ ലോകത്തിലെത്തിയാൽ, ബ്രഹ്മാവിന്റെ പദവി കിട്ടിയാൽ ബ്രഹ്മാവിന് തൻ്റെ ആയുഷ്കാലം കഴിവോളം സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിന്റെ വിധിയാണത്. പശവൻ കൊടണ്ടാക്കിക്കൊണ്ടേയിരിക്കണം മാതിരി ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കണം. നോക്കണം, ഭുവനങ്ങളെ സൃഷ്ടിക്കുന്നത് ഭുവന അന്ത്യപ്രളയം കഴിയോളം, പ്രളയകാലം വരെ. ബ്രഹ്മാവിന് 100 വയസ്സാണ് ആയുസ്. നമ്മുടെ മാതിരിയല്ല, വലിയൊരു ആയുസ. നമ്മുടെ ഒരു കൊല്ലം ദേവന്മാർക്ക് ഒരു ദിവസ. അങ്ങനെ ദേവന്മാർക്ക് 365 ദിവസം കൂടുമ്പോൾ ഒരു വയസ്സാവും അല്ലേ? അങ്ങനെയുള്ള ദേവന്മാരുടെ 12,000 സംവത്സരം ഒരു ചതുർയുഗം. അങ്ങനെയുള്ള 1000 ചതുർയുഗം ബ്രഹ്മാവിന് പകല്, അത്രയും രാത്രി. 2000 ചതുർയുഗം ബ്രഹ്മാവിന് ഒരു ദിവസം. ആ 2000 × 365 ബ്രഹ്മാവിന്റെ ഒരു വയസ്സ്. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സാണ്. അതുവരെയാണ് ബ്രഹ്മാവിന്റെ ലൈഫ് സ്പാൻ. നമുക്ക് വരല്ലേ, നമ്മുടെ മരണം വരെ നമുക്ക് കർമ്മം ചെയ്തുകൊണ്ടിരിക്കണ്ടേ? അപ്പൊ ആർക്കും ഇവിടെ ഈ കർമ്മ നിയമത്തിൽ നിന്ന് മോചനമില്ല. കർമ്മബദ്ധരായി ഓരോരുത്തരും വന്നേക്കണു. ബ്രഹ്മാവിന് കർമ്മം ചെയ്യണം. ഈച്ച എന്തുകൊണ്ടാണ് ഈച്ചയായത്? അത് ഏതോ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് ഈച്ചയായത്. ഉറുമ്പായതോ അത് മുമ്പ് ചെയ്ത ഏതോ കർമ്മത്തിന്റെ ഫലമായിട്ടാ. അപ്പൊ ബ്രഹ്മാവായതോ അത് ചെയ്ത സൽക്കർമ്മത്തിന്റെ പുണ്യകർമ്മത്തിന്റെ ഫലമായിട്ടാ. അപ്പൊ പുണ്യപാപ കർമ്മങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചിട്ടാണ് ഓരോ ജീവനും എവിടെ എത്തും, ഏത് ശരീരം സ്വീകരിക്കും എന്ന് നിശ്ചയിക്കുന്നത്. അവിടെ ചുരുക്കം പറഞ്ഞത്, നമ്മളൊക്കെ കർമ്മബദ്ധന്മാരാണ്. നമ്മളെയൊക്കെ തളച്ചിട്ടിരിക്കുന്ന കർമ്മം കൊണ്ട് ബ്രഹ്മാവ് പോലും, സട്ടാവായ ബ്രഹ്മാവ് പോലും അദ്ദേഹത്തിന്റെ ആയുഷ്കാലം കഴിയോളം സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കണം. അദ്ദേഹത്തിനില്ല സൃഷ്ടി. ഒരു ദിവസം സൃഷ്ടി രാവിലെ എണീറ്റ് സൃഷ്ടിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതൊരു കർമ്മം തന്നെയല്ലേ? അതെ. ഇനി ബ്രഹ്മാവ് മാത്രോ? സകല ദേവതകളും അത്രയും നത്തം. ദിക്പാലന്മാരും ഔവണ്ണമോരോരോ ദിക്കുതോറും തളച്ചു കിടക്കുന്നു. ദിക്പാലന്മാര്, ഓരോ ദിക്കുകൾക്ക് ഓരോ അധിപന്മാരുണ്ട് നത്തം. കിഴക്ക് തുടങ്ങി ഇന്ദ്രൻ, അഗ്നി, പിതൃപതി, യമൻ, നിരുതി, വരുണൻ, മരുത്ത്, കുബേരൻ, ഈശൻ. ഇങ്ങനെ 8 ദിക്കുകൾക്ക് 8 ദിക്പാലകന്മാരുണ്ട്. ഇന്നത്തെ ക്യാബിനറ്റ് റാങ്കിലുള്ള മിനിസ്റ്റർമാരെ മാതിരി. ഇതൊക്കെ ഭഗവാനിൽ നിന്നാണ് കേട്ടോ ഇവരൊക്കെ കണ്ടുപിടിച്ചത്. ഭരണഘടന ഉണ്ടാക്കിയാരൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത്. കോൺസെപ്റ്റ് ഭഗവാൻ എന്നാ അവർക്ക് കിട്ടിക്കണം. അല്ലാണ്ട് ഇവരെ കണ്ട് ഭഗവാൻ പഠിച്ചതല്ല. അതാവില്ല. സൃഷ്ടിക്ക് മുമ്പ് ഭഗവാനല്ലേ ഉള്ളത്. അഷ്ടദിക്പാലകന്മാരാണ് ഓരോ ദിക്കിന്റെയും ഓരോരോ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നർത്ഥം. അപ്പൊ അവരെന്തുകൊണ്ട് അവിടെ എത്തിയത്? യമധർമ്മം പറയണ്ട് നചികേതസിനോട് കഠോപനിഷത്തില്, എന്റെ നചികേതസേ, നീ എന്നേക്കാളും മഹാൻ, യോഗ്യൻ. എനിക്ക് നിന്നെ കാണുമ്പോൾ അസൂയ തോന്നുന്നു കേട്ടോ. അതെന്താ? നാശരഹിതമായ സത്യത്തെക്കുറിച്ച്, ആത്മാവിനെ കുറിച്ച് നചികേതസ് ചോദിച്ചപ്പോ നചികേതസിനോട് യമധർമ്മൻ പറഞ്ഞു, കുട്ടി ഇത് മാത്രം നീ ചോദിക്കണ്ട. അതിന് പകരം നിനക്ക് ഇഷ്ടം പോലെ കാലം ജീവിക്കാനുള്ള ആയുസ് തരാം, സുഖഭോഗങ്ങൾ തരാം, പണം തരാം, പ്രതാപം തരാം, സുന്ദരിമാരെ തരാം, അത് തരാം, ഇത് തരാം, എല്ലാം തരാം. വെറുതെ നീ ആത്മജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കാണ്ടിരിക്കുന്നു. അപ്പൊ ആ കുട്ടി പറയാ, ആ ആത്മജ്ഞാനത്തിനേക്കാൾ വലുതാണോ ഇതൊക്കെ?
ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ആത്മജ്ഞാനം തന്നെ മതി, മരണരഹസ്യം അറിഞ്ഞാൽ മതി. അപ്പൊ യമധർമ്മൻ പറയാ, എനിക്കും കൂടിയും ഈ പ്രലോഭനത്തിനെ തടയാനായില്ല കൂട്ടാ. ഞാൻ ആ ടെംപ്റ്റേഷനിൽ പെട്ടു. സ്വർഗത്തെക്കുറിച്ചും സ്വർഗീയമായ സുഖസൗകര്യങ്ങളെക്കുറിച്ചും കേട്ടപ്പോഴേ അത് എത്ര നിസ്സാരമാണ് എന്നറിഞ്ഞിട്ടും ആ സ്വർഗഭോഗിച്ഛയാണ് എന്നെ യാഗം ചെയ്യിച്ച് ആ പുണ്യം കൊണ്ട് ഈ യമധർമ്മനാക്കി ഇവിടെ ഈ കസേരമ കെട്ടിയിട്ടത്, ഈ ഉത്തരവാദിത്വത്തിൽ എത്തിച്ചത്. മനസ്സിലായോ? യമധർമ്മനെ ഇനി യമധർമ്മന്റെ ആ അലോട്ടഡ് ലൈഫ് സ്പാൻ കഴിയണവരെ, ജീവിതകാലം കഴിയണവരെ അവിടെ മാറാൻ പറ്റുമോ? കർമ്മത്തിനല്ലേ. നീയോ, നീ എന്നേക്കാളും മേലെ പോയി, എന്നേക്കാളും മഹാനായി. നിന്നെ ഞാൻ ഇത്രയൊക്കെ പ്രലോഭനങ്ങൾ വെച്ച് നിന്നെ മാട്ടിയിട്ടും നിന്നെ മോഹിപ്പിക്കാൻ നോക്കിയിട്ടും നീ ഈ പ്രലോഭനങ്ങളൊന്നും പെട്ടില്ലല്ലോ. ആ ആത്മജ്ഞാനത്തിന്റെ മുമ്പില്, ഈശ്വര സാക്ഷാത്കാരത്തിന്റെ മുമ്പില് ബ്രഹ്മലോകം പോലും തുച്ഛം. പിന്നെയാണോ യമന്റെ പദവി, ഇന്ദ്രന്റെ പദവിയൊക്കെ? ചിന്തിച്ചു നോക്കണം. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുച്ഛം നാരായണ ജയ.